ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ പഴം പൊരിച്ചതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് പഴം പൊരിച്ചതിൻ്റെ വീഡിയോ അല്ല കേട്ടോ. ഇത് ഞാനിവിടെ ചക്ക പൊരിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ പഴം പൊരിക്കുന്ന പോലെ തന്നെ ഓരോരോ പീസുകളാക്കിയിട്ട് ഇവിടെ ചക്ക എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ പഴം പൊരിക്കുന്ന ഇതിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് ഇവിടെ ചക്ക പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ പഴത്തിന് പകരം ചക്കയാണെന്ന് മാത്രം, അത്രയേ ഉള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്ക ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-20 ചുള മാത്രം ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ റെസിപ്പി പറയുന്നത്. പിന്നെ ചക്ക പറിക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അപ്പോൾ ഇതേപോലെയാണ് ഞാനിവിടെ പറിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വരുമ്പോൾ തന്നെ അത് നമുക്ക് 2 പീസായിട്ടോ നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മൈദമാവ്, അപ്പോൾ 1 കപ്പ് മൈദമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 20 പീസ് ചുളയ്ക്കൊക്കെ അത്രയും മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കേണ്ടത്, ഉപ്പല്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്കൊരു മഞ്ഞ കളർ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം, 1 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം നല്ല പോലെ തിളപ്പിക്കുക. തിളച്ചതിന് ശേഷമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഈ 1 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് വെള്ളം മുഴുവൻ ആവശ്യം ഉണ്ടാവില്ല, കുറച്ചൊരു വെള്ളം ബാക്കിയാവും. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ തിളച്ച വെള്ളമാകുമ്പോൾ പൊടി ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ 1/4 കപ്പ് വെള്ളത്തിൽ 1-2 ടീസ്പൂൺ മാത്രം ബാക്കിയാവുള്ളൂ. അപ്പോൾ അധികം ലൂസില്ലാണ്ടും അധികം കട്ടില്ലാണ്ടും നിങ്ങൾ ഇത് കലക്കിയെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ മൂടി വെച്ചാൽ മതിയാവും. ചൂടുവെള്ളത്തിൽ കലക്കുന്നത് കൊണ്ട് അധികം നേരം മൂടി വെച്ചില്ലെങ്കിലും നമുക്ക് ഇത് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മൂടി വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഓരോ ചക്കയുടെ ചുളയും, ഇപ്പോൾ ഒരു ഫുൾ ചുള ഉണ്ടാവില്ല, നമ്മളിപ്പോൾ കുരു കളയുമ്പോൾ ഒരു ഹാഫ് പീസാക്കിയിട്ട് കിട്ടുക. അത് നമ്മൾ ഈ മാവിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ചൂടായ ഓയിലിൽ പൊരിച്ച് കോരിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴംപൊരി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതേപോലെ ഓരോരോ പീസാക്കിയിട്ട് നമുക്ക് മാവിൽ മുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ അത് നിങ്ങൾ പാനിൻ്റെ വലിപ്പം അനുസരിച്ചും നിങ്ങൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പരന്ന പാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് ഈ ചൂടായ ഓയിലിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഇത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതി. കാരണം എന്നാലാണ് നമുക്ക് മാവ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ചക്കയുടെ ഉള്ളൊന്നും നമുക്ക് വെന്തുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചക്കയൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് മറിച്ചിടുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഒന്നും കൂടി കുറയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് പൊരിച്ച് കിട്ടും. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഓയിലിലൊന്നും നമ്മൾ മാവൊന്നും അധികം പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രിപ്പ് പൊരിച്ച് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ചക്കിടുന്ന സമയത്ത് നമ്മൾ ഈ വെളിച്ചെണ്ണ നമുക്ക് കളയണ്ട. നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ പൊരിച്ച് കോരി എടുത്താൽ മതി. കാരണം ഇതൊരു 10-20 ചുള ഉണ്ടാവുള്ളൂ 1 കപ്പ് മാവിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെ പൊരിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾ കൂടുതൽ അളവ് ചക്കയൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓയിൽ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.